കോഴിക്കോട് താമരശ്ശേരിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് 45 പവനോളം സ്വർണം കവർന്ന സംഭവത്തിൽ 2 പേർ കൂടി പിടിയിൽ. ഇതോടെ കവർച്ചയിൽ പങ്കെടുത്ത 3 പേരും പോലീസിന്റെ പിടിയിലായി. ആവിലോറ സ്വദേശി അബ്ദുൾ സലാമിന്റെ താമരശ്ശേരിയിലെ റെനാ ഗോൾഡിന്റെ ചുമർ തുരന്ന് സ്വർണം കവർന്ന സംഭവത്തിലാണ് 2 പേർ കൂടി പിടിയിലായത്. നേരത്തെ പിടിയിലായ പൂനൂർപാലം സ്വദേശി നവാഫിന്റെ സഹോദരൻ നിസാർ, ഒളവണ്ണ സ്വദേശി മുഹമ്മദ് നിഹാൽ എന്നിവരെയാണ് അന്വേഷണ സംഘം വലയിലാക്കിയത്. ഇതോടെ മോഷണ സംഘത്തിലെ 3 പേരെയും പിടികൂടാൻ പോലീസിനായി. ഇവർ കവർന്ന 20 പവൻ സ്വർണം നേരത്തെ കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ പിടിയിലായവരിൽ നിന്ന് കൂടുതൽ സ്വർണം പോലീസ് കണ്ടെടുത്തതായാണ് വിവരം. കഴിഞ്ഞ മാസം 24-ന് പുലർച്ചെ ജ്വല്ലറിയുടെ ചുമർ തുരന്നാണ് 3 അംഗ സംഘം മോഷണം നടത്തിയത്. CCTV ക്യാമറയിൽ പെയിന്റ് സ്പ്രേ ചെയ്ത ശേഷം ലോക്കർ മുറിച്ചായിരുന്നു കവർച്ച. കടയിലും വഴിയരികിലുമുള്ള മറ്റ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പോലീസ് കുടുക്കിയത്. 24 കോഴിക്കോട്.